അങ്ങനെ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിറങ്ങി കേട്ടോ. അടിപൊളി സിനിമ. ഒരു 2 തവണയെങ്കിലും ഇത് വാച്ച് ചെയ്യണം, അത്രയ്ക്കും അടിപൊളി. ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് 2006 നടന്ന സംഭവമാണ്. അപ്പോൾ ആ 2006 ആ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ആ സമയത്ത് ഒരു 10-25 വയസ്സുള്ളവർക്ക് ഈ സിനിമ കാണുമ്പോൾ കണക്ട് ചെയ്യും. ഞാനൊക്കെ ഒത്തിരി ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ടൂർ പോലെയല്ല, അന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കാതെ ഇങ്ങനെ ഫോട്ടോ ക്യാമറ, ഫിലിമുള്ള ക്യാമറ കൊണ്ടുവരുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് ഒത്തിരി യാത്രകൾ പോയിട്ടുണ്ട്. അപ്പോഴിതുപോലെ തന്നെ കൂട്ടുകാരെ കൂട്ടി ഒരു ഓണത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെ പൈസയൊക്കെ ശേഖരിച്ച് വെച്ചൊരു യാത്ര പോവും. യാത്രക്കിടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കും. ഇതാണ് ഇത്രയൊന്നും അല്ലെങ്കിലും വേറെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് കണക്റ്റ് ആവും. ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടാവുമല്ലോ, ആൾക്കാർ, കുട്ടികൾ വെള്ളത്തിൽ പോയി അല്ലെങ്കിൽ വെള്ളത്തിൽ ടൂറിന് പോയ ആൾക്കാർ ഡാമിൽ മുങ്ങി മരിച്ചു എന്നൊക്കെ. ഇതിനുള്ള കാരണം ഇതാണ്, നമ്മുടെ കൂടെയുള്ളൊരു സുഹൃത്തിന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ആ പ്രായത്തിൽ നമ്മൾ കൂടെ രക്ഷിക്കാൻ ചാടും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചാടിപ്പോവും. അതങ്ങനെയാണ് അല്ലേ? ആ ഒരു സീനുണ്ട്. ഇറങ്ങാൻ സൗബിൻ ഇറങ്ങാൻ പോകുമ്പോൾ ചോദിക്കുന്നത്, ഞാൻ ഇറങ്ങണമെന്ന് ചോദിച്ചു. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നീ ഇറങ്ങിയില്ലേ, ഞാൻ ഇറങ്ങും. അതെ, നിനക്ക് ഇറങ്ങാനുള്ള ധൈര്യം ഉണ്ട്, നീയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ദീപക്കിന്റെ അടുത്ത് അത് അതുപോലെയല്ല. എനിക്ക് ഇതേണക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ ഒരു 8ലോ 9ലോ പഠിക്കുമ്പോഴാണ്, ഞാൻ പഠിച്ച രാജാരവിവർമ്മ കിളിമാനൂരാണ്, RRV ബോയ്സ് സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ താഴെ ഒരു കിണറുണ്ട്. കിണറെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ റൗണ്ടിലെ കിണറല്ല, ആ ചതുരത്തിനുള്ള വലിയ കിണറുണ്ടല്ലോ, കല്ലടിക്കിയിട്ടുള്ളൂ. അത് അന്ന് ഉപയോഗിക്കുന്നില്ലായിരുന്നു. വേസ്റ്റൊക്കെ കൊണ്ടിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് ഇലയും വേസ്റ്റൊക്കെ ഇട്ടൊരു വേസ്റ്റ് കിണറാണ്. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക ബോൾ കിണറ്റിലേക്ക് പോകും. സാധാരണ പോകാറുണ്ട്, നമ്മൾ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവർ പതുക്കെ അതിൽ കൂടെ ഇങ്ങനെ ചവിട്ടിയിട്ട് ഇറങ്ങി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു ദിവസം ഇതിനൊക്കെ ബോൾ വീണ് നമ്മളെ കൂടെയുള്ള ഒരു സുഹൃത്ത് എടുക്കാനായിട്ട് ഇറങ്ങി, കാല് തെറ്റി കിണറ്റിനകത്തേക്ക് പോയി. നമ്മളിപ്പോൾ കിണറ്റിൽ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുമോ, അവന് ആ സ്ലിപ്പായി അങ്ങ് വെള്ളത്തിന് അടിയിലേക്ക് പോയി. ഈ അടിയിലേക്ക് പോയിട്ട് ഒരു പൊങ്ങി വരവുണ്ടല്ലോ ഈ വേസ്റ്റിനും എല്ലാം ഇടയിൽ കൂടെ, പൊങ്ങി വന്ന വഴിക്ക് ആ ഒരു കല്ല് കയറി പിടിച്ചു. കൊച്ചാണെന്ന് ഓർക്കണ, 8ലോ 9ലോ പഠിക്കുമ്പോഴാണ്. ഈ പിടിച്ച സ്പോട്ടിൽ നമ്മുടെ കൂടെ കണ്ടുകൊണ്ടിരുന്ന ഒരുത്തൻ ചാടി കൈ കൊടുത്ത്. അപ്പോൾ നമ്മളെല്ലാം കൂടെ അവനെ ചാടി പിടിച്ച്. ഇത് വെള്ളത്തിൽ താന്ന് പോയത് അവൻ്റെ പേര് അനുരാജ് എന്നും, ഇത് ചാടി പിടിച്ചത് ബിജു പി എന്നാണ്. ഇപ്പോഴും എനിക്ക് പേര് പോലും അവരെ ഓർമ്മയുള്ളതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ടുകൊണ്ട് നിൽക്കുന്ന ഞങ്ങളുടെ നെഞ്ചിന്നപ്പോഴും തീ പറന്നു. ആ ഒരു പ്രായത്തിൽ ഇവർ രണ്ടും കൂടെ അങ്ങ് വെള്ളത്തിലായി. ഇവർ രണ്ടും കൂടെ ഇതായി. അപ്പോഴും തന്നെ കൂടെ നിന്ന് ആരോ ഒരു തെങ്ങിൻ്റെ മടൽ വീണ് കിടന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പെട്ടെന്ന് ഇട്ടുകൊടുത്തവന്മാരെ പിടിച്ചങ്ങേറ്റ്. സ്കൂളിലോ ബാക്കിയുള്ള ആരും ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടും, അല്ലെങ്കിൽ അത് പ്രശ്നവും വല്ലാത്ത ഇഷ്യൂ ആവും. അപ്പോൾ അതേ കണക്കൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങൾ ആ ഒരു സമയത്തുണ്ടായി കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഇതേ കണക്കുള്ള കൂട്ടുകാരുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഈ പ്രായത്തിൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രായത്തിൽ നമുക്ക് കിട്ടുന്ന നമ്മളെ കൂടെയുള്ള കൂട്ടുകാരെ ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ പറ്റുകയാണെങ്കിലുണ്ടല്ലോ, അതാണ് ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ആ സമയത്ത് ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ കാണിക്കുന്നതിന് ആ പ്രായത്തിന്റെ ഇതാണ്. എന്ത് ചെയ്യും, എന്ത് ചാടാനും ഒന്നിനും ഒരു മടി. ഈ സർവൈവൽ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാവുന്നതുകൊണ്ടും ഒരു പ്രതീക്ഷ, പക്ഷെ നമ്മളെ പ്രതീക്ഷയുടെയൊക്കെ ഡബിളാണ് കേട്ടോ. എനിക്ക് ഒരിക്കൽ കൂടി കാണണം ആ സിനിമ, എന്നാലേ ആ ഒരു കറക്റ്റ് ആവുള്ളൂ. ഇത് നമ്മൾ ഒത്തിരി നാളിന് ശേഷമാണ് സെക്കൻഡ് ഷോയ്ക്ക് അല്ല, ഫസ്റ്റ് ഡേ, ഒരു സിനിമയുടെ റിലീസ് ദിവസം സെക്കൻഡ് ഷോ കാണാൻ വേണ്ടി ഇറങ്ങുന്ന ഒത്തിരി നാളിന് ശേഷം. അത് ഈ ഒരു സിനിമ ആവുകൊണ്ട് ടിക്കറ്റ് എടുത്ത് വന്നതാണ്. നമ്മൾ കണ്ട തിയേറ്റർ കുറച്ച് മോശമായി പോയി, പേര് പറയുന്നില്ല, കഴക്കൂട്ടത്തു നിന്നാണ് കണ്ടത്. തിയേറ്റർ ഇങ്ങനെ ഊഹിക്കായിരിക്കും. 130 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ആ ടിക്കറ്റ് എടുക്കുന്ന ആളിന് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ധൈര്യമായിട്ട് നിങ്ങൾ പോയി കണ്ടോളൂ, ഫാമിലി ആയിട്ട് തന്നെ പോയി കണ്ടോളൂ. മോൻ കണ്ടില്ല അല്ലേടാ? മോൻ പേടിച്ചിട്ട് കണ്ണുടച്ച് തിയേറ്ററിനകത്ത് ഇരിക്കുകയായിരുന്നു. ഈ മഞ്ഞുമ്മലിൻ്റെ അഡ്വർടൈസ്മെന്റ് ട്രെയിലർ ഇറങ്ങി ഇത് കാണുമ്പോൾ എനിക്ക് ഇത് ക്ലിക്കായി, ഇതായിരിക്കും കഥയെന്ന് ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ മനസ്സിൽ കുറിച്ചാണ് ഇത് ആദ്യത്തെ ദിവസം പറ്റുമെങ്കിൽ കാണണമെന്നുള്ളത്. കാണാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഒരു രക്ഷയെല്ലാം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതിനകത്തുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഫീൽ ചെയ്യും, അഭിനയിച്ച് തകർത്തു. അതിനെക്കാട്ടി ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഇതൊക്കെ നോക്കിയിട്ട്, അതൊന്നും നമ്മൾ കൂടുതൽ നമ്മളിങ്ങനെ ആ ഒരു ഭീകരതയോടെ കണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് തന്നെയാണ്.
കേവൊക്കെ സെറ്റായിരിക്കും, എന്നാലും സെറ്റിലിട്ടിട്ട് ആ ഒരു ഒറിജിനൽ കേവിന്റെ ഫീലിൽ തന്നെ അതിനകത്ത് കൂടെ വീഴുന്നത് ഇറങ്ങിപ്പോന്നൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ആ സൗണ്ടും. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ എല്ലാരും പോയി കണ്ടോ അല്ലേ? നമുക്കതേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സിനിമ കണ്ട സന്തോഷത്തിലാണ് ഇപ്പൊ തന്നെ വീഡിയോ ഇട്ടത്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.